ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അൽഗോരിതം എഴുതാനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അൽഗോരിതം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം എഴുതാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ട്രയാങ്കിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് ABC ആണ് അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു SQRT. SQRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയർ റൂട്ടിനെ കാണിക്കാനായിട്ടാണ് SQRT എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ റൂട്ടിൽ നിന്ന് നേരെ ഫുൾ സെൻറ്റൻസിൽ എഴുതണമെങ്കിലും എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് നമുക്കറിയാം. ഇവിടെ S എന്ന് പറയുന്നത് എന്താണ്? S എന്ന് പറയുന്നത് A പ്ലസ് B പ്ലസ് C ഡിവൈഡഡ് ബൈ 2. അതായത് ഇതിൻ്റെ മൂന്ന് സൈഡ്സും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ സം കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? എസിൻ്റെ വാല്യൂ കിട്ടും. അപ്പം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എൻ്റർ ചെയ്യണം? അതിൻ്റെ സൈഡ്സ് എൻ്റർ ചെയ്യണം. സൈഡ്സ് എൻ്റർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യുക? സ്ക്വയർ റൂട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ രീതിയിലൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ബേസ് ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേസ് ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിലും അൽഗോരിതം എഴുതാം. ഞാൻ തൽക്കാലത്തേക്ക് മുകളിലത്തെ ഒരു ഇക്വേഷൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് 3 സൈഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മുടെ കയ്യിൽ തരുവാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള അൽഗോരിതം എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും എഴുതാം, തെറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമ്മൾ സ്റ്റാർട്ടാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? അൽഗോരിതം എഴുതി തുടങ്ങുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് എന്താണ്? സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ടാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് 3 കാര്യങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വരിക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് റീഡ് ചെയ്യണം. റീഡ് ദ സൈഡ്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സൈഡ്സ് ABC എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അണ്ടർ ദ വാല്യൂസ് ഓഫ് AB ആൻഡ് C എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. AB ആൻഡ് C എന്ന് നമ്മളിവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 3 നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കണം? എസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ S അല്ലേ? കാൽക്കുലേറ്റ് S. എസിൻ്റെ ഇക്വേഷൻ എന്താണ്? S is equal to A plus B plus C. ഇത് മൂന്നിൻ്റെയും കൂടി അല്ലേ? മൂന്നിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 4 എന്താണ്? കാൽക്കുലേറ്റ് ഏരിയ അല്ലേ? ഏരിയ എങ്ങനെയാണ്? നമുക്കത് ഏരിയനെ കാണിക്കാനായിട്ട് A എന്ന് പറയുന്നൊരു വേരിയബിൾ എടുക്കാം. A is equal to, അല്ലെങ്കിൽ ഏരിയ എന്ന് തന്നെ വേണമെങ്കിലും എഴുതാം. ഏരിയ is equal to SQRT, സ്ക്വയർ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഓക്കെ, ത്രൂ നമ്മൾ ഇത് വേർഡിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നിങ്ങൾ തൽക്കാലത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് 5 അല്ലേ? അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻപുട്ട് നമ്മൾ എടുത്തു, സൈഡ്സ് റീഡ് ചെയ്തു, പിന്നെ അതിൻ്റെ വാല്യൂ ABCയുടെ വാല്യൂ റീഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? S കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ Sൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. അതിൻ്റെ ഇക്വേഷനും നമ്മൾ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഡിസ്പ്ലേ അല്ലേ? ഡിസ്പ്ലേ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എഴുതി. അപ്പം എഴുതി കഴിഞ്ഞു. ലാസ്റ്റ് എന്താണ്? സ്റ്റോപ്പ്.
അപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ ഓർക്കേണ്ടത്. ഫസ്റ്റ് ഇൻപുട്ട്, രണ്ടാമത്തത് പ്രോസസ്സ്, മൂന്നാമത്തത് ഔട്ട്പുട്ട്. അപ്പം നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതൊക്കെ ഒരു സ്റ്റെപ്പിൽ തന്നെ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ പ്രോസസ്സ് എന്ന് പറയുന്നത് 3ലും 4ലുമായിട്ടാണ് കിടക്കുന്നത്. എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിന് നമുക്ക് സ്റ്റെപ്സ് ഇത്തിരി എണ്ണം കൂടിയാലും കുഴപ്പമില്ല. ഒരു ലൈനിൽ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടി ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതംസ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെറിയ ലെവലിലാണ് നിൽക്കുന്നത്, വലിയ പ്രോഗ്രാംസ് ഒന്നും എഴുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഏരിയ, വോളിയം, പെരിമീറ്റർ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നന്നായിട്ട് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. എല്ലാത്തിൻ്റെയും റെക്ടാംഗിൾ, സ്ക്വയർ, സർക്കിൾ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും, പിന്നെ വോളിയം ഉണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പെരിമീറ്റർ ഉണ്ടെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് വന്നു കഴിയുമ്പോൾ അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ സി പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അൽഗോരിതം എഴുതുക. അൽഗോരിതം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിതിനെ കോഡിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ.